കാരണം ഉത്തർപ്രദേശ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ഉണ്ടായിരുന്നു, അയോധ്യ മൂവ്മെൻറ്റും മറ്റ് പലതരത്തിലുള്ള രീതിയിലുള്ള ഒരു ഹിന്ദു കൺസോളിഡേഷൻ യു.പിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ യു.പിയുടെ ഒരു നേർചിത്രമല്ല ബീഹാറിലുള്ളത്. ബീഹാറിൽ ഇത്രയും കാലം ബി.ജെ.പി ഒരു ഭരണ നേതൃത്വത്തിൽ അലയൻസായി പലപ്പോഴും നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ബീഹാർ പൊളിറ്റിക്സിനകത്ത് യാദവ് പൊളിറ്റിക്സ് ഉണ്ട്, യാദവ് വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഉണ്ട്. ബീഹാറിന് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. യു.പിയുടെ ഹിസ്റ്ററി അല്ല ബീഹാറിൻ്റെ ഹിസ്റ്ററി. അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബി.ജെ.പിക്ക് ഇത്രയും കാലമായിട്ടും ബി.ജെ.പിയുടെ ഒരു ഭരണം പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാത്തൊരു പൊളിറ്റിക്സിനകത്ത് എൻട്രി കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ബീഹാറുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതിനേക്കാളും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണത്തുള്ള ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തുള്ള നിയമസഭാ ഇലക്ഷനൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. കാരണം ബി.ജെ.പി അതിനകത്ത് ഫൂട്ട് ഹോൾഡ് ഉണ്ടാക്കുന്നുണ്ട് ബീഹാറിൽ. ആ ഫൂട്ട് ഹോൾഡ് ഉണ്ടാക്കുന്നത് അവരുടെ അപ്പർ കാസ്റ്റ് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ യാദവ് വോട്ടുകൾ ഇപ്പം അവിടെ യാദവ് ഒരു പ്രധാന ഭാഗമാണെങ്കിൽ മറ്റ് OBC വിഭാഗങ്ങളെ കൂട്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദളിത്സ് ഒരു വലിയ വിഭാഗമാണ്. രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അലയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ബി.ജെ.പി ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ഹിന്ദുത്വ കൺസോൾട്ടേഷനും ജാതി കൺസോൾട്ടേഷനും എല്ലാം കൂടെ ചേർന്നൊരു കൺസോൾട്ടേഷനാണ് ബീഹാറിൽ നടത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഞാൻ പറഞ്ഞത് ഈ പരമ്പരാഗതമായൊരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ളൊരു സ്ഥലത്ത് അതുകൊണ്ടാണ് അവിടെ ശക്തമായൊരു പ്രതിപക്ഷ പാർട്ടിയും ഉള്ളത്. പ്രതിപക്ഷമായിട്ട് JDUവിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഉള്ളൊരു കൺസോൾട്ടേഷൻ. അവിടുത്തെ സംഭവിച്ച ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പരാജയമാണ്. കോൺഗ്രസ് ഈ പറഞ്ഞ ഇപ്പോൾ രാജസ്ഥാനിലെ സാഹചര്യം, രാജസ്ഥാനിൽ ബി.ജെ.പിയുമായിട്ട് നേരിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നൊരു സാഹചര്യം. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ സാഹചര്യം പോലും, മധ്യപ്രദേശിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതിൽ പോലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്, എണ്ണം കുറഞ്ഞാൽ പോലും. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയല്ല. അതിൻ്റെ പാർട്ടിയും സംഘടനയും മെക്കാനിസവും എല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെട്ടൊരു സ്ഥലമാണ്. അത് JDUവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്, RJD ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കാരണം അവിടുത്തെ പ്രധാന പാർട്ടിയും പ്രധാന കൺസോൾട്ടേഷനും എല്ലാം തന്നെ RJD ആണ്, അല്ല തേജസ്വിയും ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങി വലിയ രീതിയിലുള്ള രാഹുൽ ഗാന്ധി ചെറിയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ബീഹാർ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് വലിയ സേ ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടെ ചേർന്ന് നടത്തിയൊരു മാസീവായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ട്. നമുക്ക് ആ മാസീവായിട്ട് നടത്തിയ ഒരു കൺസോളിഡേഷൻ അത് ഇവർക്ക് അനുകൂലമായി വരും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഹൈ സ്റ്റേക്ക് ഇലക്ഷനാണ്. രണ്ടുപേർക്കും കോർ വോട്ട് ബാങ്കുകളുണ്ട്, മുസ്ലിം വോട്ടും തുടങ്ങിയിട്ടുള്ളത് ഇവർക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങനെ കംപ്ലീറ്റ്ലി പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം ഉണ്ടെന്ന് അദ്ദേഹം കാണുകയാണ്.